ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ നിർണായക പങ്ക് വഹിച്ചെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ഇന്ന് നീതി ആയോഗിൽ കൂടിക്കാഴ്ച നടത്തും. ഹിന്ദി ഭാഷയുടെ പ്രചാരം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് അംഗീകാരമായി 2026 പുതുവത്സര സന്ദേശം ഹിന്ദിയിൽ പുറത്തിറക്കി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ്. പിനാക ലോങ് റേഞ്ച് ഗൈഡ് റോക്കറ്റിന്റെ ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി DRDO. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കനത്ത മൂടൽമഞ്ഞ് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ഡൽഹിയിൽ നിന്നുള്ള 118 വിമാനങ്ങൾ റദ്ദാക്കി. യാത്രക്കാർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് വിമാന കമ്പനികളോട് നിർദ്ദേശിച്ച കേന്ദ്ര സർക്കാർ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ വിശദമായി. സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ നിർണായക പങ്ക് വഹിച്ചെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഗുരുവിന്റെ ദർശനങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനമേകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വർക്കലയിൽ 93ാമത് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. സാമൂഹിക ഐക്യത്തിനായി മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നത് മഹത്തായ മുദ്രാവാക്യമാണെന്നും ശ്രീ CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. Special preaching of Sriman Narayana Guruji is he never shout. He didn't provoke. He didn't divide. But he transformed the society. For him, service to the society was greater than the ritual. He answered with words that shook centuries of injustice. Oru jadi, oru madam, oru deivam, manusiyarku. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി MB രാജേഷ്, ശശി തരൂർ MP, സച്ചിദാനന്ദ സ്വാമി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി MB രാജേഷ്, മേയർ VV രാജേഷ്, ശശി തരൂർ MP, കടകംപള്ളി സുരേന്ദ്രൻ MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഇന്ന് മടങ്ങും. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ഇന്ന് നീതി ആയോഗിൽ കൂടിക്കാഴ്ച നടത്തും. വിവിധ സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഈ യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും പങ്കെടുക്കും. രാജ്യത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെയും ഭാവി മുൻഗണനകളെയും കുറിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും യോഗത്തിൽ പങ്കുവയ്ക്കും. പിനാക ലോങ് റേഞ്ച് ഗൈഡ് റോക്കറ്റിന്റെ ആദ്യ പരീക്ഷണം ചന്ദിപ്പൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. റോക്കറ്റ് അതീവ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒരേ ലോഞ്ചിൽ നിന്ന് വിവിധ ദൂരപരിധിയുള്ള പിനാക റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കുമെന്ന നേട്ടമാണ് DRDO സ്വന്തമാക്കിയത്. നേട്ടത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ഗ്രാമങ്ങളെ വികസിതമാക്കാതെ വികസിത ഭാരതം സാധ്യമാകില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഗ്രാമങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് വികസിത് ഭാരത് ജി പദ്ധതി ആവിഷ്കരിച്ചതെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. विकसित भारत ये संकल्प है प्रधानमंत्री जी का, देश का ही संकल्प है ये, और उसके लिए जरूरी विकसित गांव के बिना विकसित भारत बन नहीं सकता. और इसलिए विकसित भारत जी योजना को विकास से जोड़ने का काम भी हुआ. ग्राम पंचायत गांव के समन्वित विकास का प्लान तैयार करेगी और ग्राम पंचायत और ग्राम सभा जो काम तय करेगी. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ബംഗ്ലാദേശിന്റെ വികസനത്തിനും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിനും അവർ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ശ്രീ നരേന്ദ്രമോദി സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഖാലിദ സിയ. 2025 ലോകവേദിയിൽ ഇന്ത്യയുടെ ഉയർച്ചയിലെ ഒരു നിർണായക അധ്യായമായിരുന്നു. വിശാലമായ അന്താരാഷ്ട്ര ക്രമത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന വ്യക്തിത്വമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകം ഉറ്റുനോക്കിയതിന് 8 കാരണങ്ങളാണുള്ളത്. US താരിഫുകൾക്കെതിരെ സ്ഥിരതയുള്ള കവചം, 8.2% വളർച്ച, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയവയിലൂടെ ലോകം ഇന്ത്യയെ വീക്ഷിച്ചു.
രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ 6.7% ഉയർന്നു. ഈ വർഷം നവംബറിലെ കണക്കാണിത്. ഇത് കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. ഐക്യരാഷ്ട്രസഭയിൽ ഹിന്ദി ഭാഷയുടെ പ്രചാരം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ പ്രകീർത്തിച്ച് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് 2026 പുതുവത്സര സന്ദേശം പുറത്തിറക്കി. ഹിന്ദി ഭാഷയിലുള്ള കുറിപ്പും ഹിന്ദി അടിക്കുറിപ്പുള്ള വീഡിയോയും ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം സന്ദേശം നൽകിയത്. വരും വർഷങ്ങളിൽ സമാധാനത്തിനും ആഗോള വികസനത്തിനും മുൻഗണന നൽകണമെന്നും അന്താരാഷ്ട്ര സമൂഹത്തോട് UN സെക്രട്ടറി ജനറൽ ആഹ്വാനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിൽ ജനുവരി 12 വോട്ടെടുപ്പ് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായ്പാടം, എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. അവകാശികളില്ലാത്ത നിക്ഷേപങ്ങളുടെ തീർപ്പാക്കൽ വേഗത്തിലും കാര്യക്ഷമമായും നടത്താൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന നിങ്ങളുടെ പണം നിങ്ങളുടെ അവകാശം ക്യാമ്പയിൻ കൊല്ലത്ത് നടന്നു. 8ഓളം പേർക്ക് ക്ലെയിം സെറ്റിൽമെന്റ് സർട്ടിഫിക്കറ്റ് കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ ഈ ശ്രമം ഏറെ പ്രയോജനപ്പെട്ടതായി നിക്ഷേപത്തിന്റെ അവകാശം വീണ്ടെടുത്ത കൊല്ലം സ്വദേശി ദീപു ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കേരള ഗ്രാമീൺ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. എന്റെ ഓർമ്മയിൽ അത് 2008 ടൈമിലായിരുന്നു എനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്റെ കുറച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ അത് വഴി നടന്നായിരുന്നു. ജോലിയുടെ ഭാഗമായി പുതിയ അക്കൗണ്ട് എടുക്കേണ്ടി വന്നു. അപ്പോൾ ട്രാൻസാക്ഷൻസ് മൊത്തം അങ്ങോട്ട് മാറി. അപ്പോൾ ആക്ച്വലി സെയിം ഈ ഒരു അക്കൗണ്ട് എന്റെ ഓർമ്മ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊരു ഗവൺമെന്റിന്റെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. ബാങ്കിൽ നിന്നുള്ള ഫോളോ അപ്പ് നല്ല ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് 1 month ആയിട്ട് അവർ റെഗുലർലി ഫോളോ അപ്പ് ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കനത്ത മൂടൽമഞ്ഞ് ട്രെയിൻ, വിമാന സർവീസുകളെ സാരമായി ബാധിച്ചു. മൂടൽമഞ്ഞും മോശം കാലാവസ്ഥയും കാരണം ഇന്ന് ഡൽഹിയിൽ നിന്നുള്ള 118 വിമാനങ്ങൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചു. യാത്രക്കാർ വിമാനങ്ങളുടെ യാത്രാ സമയം സംബന്ധിച്ച് വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും വ്യോമയാന മന്ത്രാലയം അഭ്യർത്ഥിച്ചു. റദ്ദാക്കലുകൾ ഉണ്ടായാൽ യാത്രക്കാർക്ക് റീബുക്കിംഗ് അല്ലെങ്കിൽ റീഫണ്ട്, വേഗത്തിലുള്ള പരാതി പരിഹാരം എന്നിവ ഉൾപ്പെടെയുള്ള യാത്രാ സൌകര്യ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം വിമാന കമ്പനികളോട് നിർദ്ദേശിച്ചു. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 4-0 മുന്നിലാണ്. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 5 തുറക്കും. മകരവിളക്ക് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിലെയും തുടർന്നുള്ള കുംഭമാസ പൂജയ്ക്കുമായി ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 14 മകരവിളക്ക് മഹോത്സവം നടക്കുക. 2047-48 ഇന്ത്യ $26 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പ്രതിശീർഷ വരുമാനം $15,000 കൂടുതലാകുമെന്നും ഇത് നിലവിലുള്ളതിനേക്കാൾ ഏകദേശം 6 മടങ്ങ് കൂടുതലായിരിക്കുമെന്നും പ്രമുഖ ആഗോള പ്രൊഫഷണൽ സേവന ശൃംഖലയായ ഏൺസ്റ്റ് ആൻഡ് യങ്ങിന്റെ റിപ്പോർട്ട്. 2030 ആകുമ്പോൾ ജർമ്മനിയെയും ജപ്പാനെയും മറികടന്ന് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വരും ദശകങ്ങളിൽ പ്രധാന ആഗോള സമ്പദ് വ്യവസ്ഥകളിൽ ഇന്ത്യയുടെ വളർച്ചാ പ്രവചന രേഖകൾ ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുമെന്നും റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നു. രാജ്യത്തെ ടെലികോം സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഫോർ ദ വേൾഡ് ആശയത്തെ പിന്തുണയ്ക്കുന്നതിനുമായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രീനാരായണ ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ നിർണായക പങ്ക് വഹിച്ചെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരുമായി ഇന്ന് നീതി ആയോഗിൽ കൂടിക്കാഴ്ച നടത്തും. ഹിന്ദി ഭാഷയുടെ പ്രചാരം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് അംഗീകാരമായി 2026 പുതുവത്സര സന്ദേശം ഹിന്ദിയിൽ പുറത്തിറക്കി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്.
പിനാക്ക ലോങ് റേഞ്ച് ഗൈഡ് റോക്കറ്റിന്റെ ആദ്യ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി DRDO. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കനത്ത മൂടൽമഞ്ഞ് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ഡൽഹിയിൽ നിന്നുള്ള 118 വിമാനങ്ങൾ റദ്ദാക്കി. യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് വിമാന കമ്പനികളോട് നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.